ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. അണ്ടർസ്റ്റാൻഡിങ് റൂറൽ എൻവയൺമെന്റ്. 2 പാർട്സ് ആയിട്ടാണ് യൂണിറ്റ് ഉള്ളത്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ എന്താണ് റൂറൽ മാർക്കറ്റിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് പൊളിറ്റിക്കൽ എൻവയൺമെന്റ്, സോഷ്യൽ എൻവയൺമെന്റ്, ടെക്നിക്കൽ എൻവയൺമെന്റ്. അപ്പൊ നമുക്കറിയാം, ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ മാക്രോ എൻവയൺമെന്റ് ഉണ്ടാവും, മൈക്രോ എൻവയൺമെന്റ് ഉണ്ടാവും. മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ ഇന്റേണലി എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സപ്ലയേഴ്സ്, ഇന്റർമീഡിയറീസ്, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനി മാക്രോ എൻവയൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് കൾച്ചറൽ എൻവയൺമെന്റ്സ് ഒക്കെ. അപ്പൊ നമ്മൾ റൂറൽ എൻവയൺമെന്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റൂറൽ ടു റൂറൽ ആണ്, പിന്നെ അർബൻ ടു റൂറൽ ഉണ്ട്, പിന്നെ റൂറൽ ടു അർബൻ ഉണ്ട്. റൂറൽ ടു റൂറൽ പെർസ്പെക്റ്റീവ് സിമ്പിൾ ആണ്. മീൻസ് വില്ലേജസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാതും വില്ലേജസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർ സെൽ ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ്, അവർ സ്മോളർ വില്ലേജസിന് ലാർജർ വില്ലേജസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ റൂറൽ ടു റൂറൽ എന്ന് പറയുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്ത സംഭവങ്ങൾ തന്നെ ആ ഒരു വില്ലേജസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സെൽ ചെയ്യുന്നതും അവിടുത്തെ ആൾക്കാർ ബൈ ചെയ്യുന്നതും. അപ്പം ഓരോ റൂറൽ വില്ലേജസിനും ഒരു കോമൺ പ്ലേസ് ഉണ്ടാവും. അതിന് ആദത്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു ആദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് അവിടെ എല്ലാ സെല്ലിങ്ങും ബൈങ്ങും എല്ലാം നടക്കുന്നത്. ആ ഒരു വില്ലേജസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിൽക്കുന്നതും വാങ്ങുന്നതും ഈ ഒരു ആദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാവും. പക്ഷെ സ്മോൾ ഫാമേഴ്സിന്റെ മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ അവർക്ക് മാർക്കറ്റ് ആക്സസ് കുറവാകും. അപ്പൊ ആ മാർക്കറ്റ് ആക്സസ് കുറവുള്ളത് കൊണ്ടാണ് അവർ ഈ ലോക്കൽ വില്ലേജസിൽ എന്ത് ചെയ്യുന്നത്, സെൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. അപ്പൊ മേജർ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് റൂറൽ ടു റൂറലില് അവർക്ക് മാർക്കറ്റ് ആക്സസ് വളരെ കുറവാണ്, ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. ഇനി ഒരു അർബൻ ടു റൂറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണുള്ളത്. ഒന്ന് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് ബെവറേജസ് പറയാം. അതുപോലെ അതായത് പെട്ടെന്ന് അതിന്റെ ഡിമാൻഡ് വരുന്നുണ്ട്. ഡ്രിങ്കിങ് ഐറ്റംസ്, പിന്നെ നാപ്കിൻസ്, പേഴ്സണൽ ഹെൽത്ത് കെയർ ഐറ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയുന്നത് കൂടുതലും ഇലക്ട്രോണിക് ആപ്ലിയൻസസ് ആണ്. ഇപ്പോൾ റെഫ്രിജറേറ്റർ, അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഒരു അർബൻ ടു റൂറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡ്സ് മൂവ് ചെയ്യുന്നത് അർബൻ റൂറലിലോട്ടാണ്. അതുപോലെ തന്നെ വേരിയസ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽസ്, ട്രാക്ടേഴ്സ്, ഇങ്ങനത്തെ അഗ്രികൾച്ചറൽ മെഷീനറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ റൂറലിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലാർജ് പാർട്ട് ഓഫ് മൂവ്മെന്റ് ബേസിക്കലി അർബൻ ടു റൂറലിലാണ് കൂടുതലും നടക്കുന്നത്, ഈ ഒരു മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അത് കൂടുതലും ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലാണ് കൂടുതലും നടക്കുന്നത്. അത് വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഓന്റർപ്രൈസസ് ലാർജ്ലി ഓർഗനൈസ് ചെയ്തിട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഒരു റൂറൽ ടു അർബൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഗ്രികൾച്ചറൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രെയിൻസ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം റൂറൽ നിന്ന് അർബനിലോട്ടാണ് പോകുന്നത്. അപ്പൊ അർബനിലോട്ട് പോകുമ്പോൾ അവിടെ അർബൻ മന്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ്സിലോട്ടാണ് ഇത് പോകുന്നത്. അർബൻ മന്തീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് പോലെയാണ്. അവിടെയാണ് മെയിൻ ആയിട്ട് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാ കാര്യങ്ങളും ഈ റൂറൽ നിന്ന് വരുന്ന എല്ലാ പ്രൊഡക്ട്സും അവിടെയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏഷ്യയിലെ ലാർജസ്റ്റ് മന്തി എന്ന് പറയുന്നത് ആസാദ്പൂർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മന്തിയാണ് അക്രോസ് ദ കൺട്രിയിൽ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂറൽ മാർക്കറ്റ്സ് ആണ്. അപ്പൊ ഒരു 4 സ്റ്റേജിലൂടെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പോകുന്നത് റൂറൽ മാർക്കറ്റിൻ്റെത്. അപ്പൊ ഫസ്റ്റ് എറ എന്ന് പറയുന്നത് 1970s ആൻഡ് ഏർലിയറിലാണ്. അപ്പൊ ഈ ഒരു എറ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജ് ആണ്. അതായത് റൂറൽ മാർക്കറ്റ് ഒന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രെയിൻ ചെയ്യുന്ന അവരുടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് മെയിനായിട്ട് അവർക്ക് സ്റ്റോറേജ് ഇഷ്യൂ, വെയർ ഹൗസിങ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തതിനൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഫെസിലിറ്റീസ് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും അവർക്ക് കിട്ടിയിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. ഇപ്പോൾ ഒറിജിനൽ പ്രൊഡക്ട്സ് അവർക്ക് ഏതാണ് അതിനുള്ള ഒരു എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് തന്നെ ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അവർക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരു ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ റൂറൽ ടു അർബൻ ഗുഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടുതലും ആ ഒരു ടൈമിൽ 1970s ആൻഡ് ഏർലിയറിൽ കൂടുതലും ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലും പിന്നെ അതുപോലെ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഇതിലൊക്കെ ആയിരുന്നു കൂടുതലും ഫോക്കസ് ഉണ്ടായിരുന്നത്. 1980s എറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ടൈമിലാണ് ഗ്രീൻ റെവല്യൂഷൻ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീൻ റെവല്യൂഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് അർബൻ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി,
പൊട്ടൻഷ്യൽ അറിയാൻ തുടങ്ങി. റൂറൽ മാർക്കറ്റ്സിന്റെ പൊട്ടൻഷ്യൽ കൂടുതൽ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പൊട്ടൻഷ്യൽ അറിഞ്ഞത് കൊണ്ട് തന്നെ വലിയ വലിയ കമ്പനീസ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിക്കോട്ടെ, കോൾഗേറ്റ്, പാമോലീവ്, ഡാബർ, ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, റൂറൽ ഏരിയാസ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ അവർക്ക് ഉണ്ട് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് അവർ കൂടുതലും ഈ റൂറൽ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിലാണ് പെട്ടെന്ന് ഒരു എമേർജ് ഉണ്ടായത്. ഒരു റൂറൽ മാർക്കറ്റ് ഒരു പൊട്ടൻഷ്യൽ ഡെസ്റ്റിനേഷൻ ആണെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ തുടങ്ങി. ഇപ്പൊ റൂറൽ ഫോക്സും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ അർബൻ ഏരിയാസിലുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് 1990s എറയാണ്. 1990s എറ എന്ന് പറയുന്നത് കുറച്ചും കൂടി റൂറൽ മാർക്കറ്റ് കുറച്ചും കൂടി ബിഗർ സെൻസിലോട്ട് പോകാൻ തുടങ്ങി. മാർക്കറ്റേഴ്സ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെർച്ചേസിംഗ് പവർ, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരുടെ പെർച്ചേസിംഗ് പവർ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു ടൈമിലാണ് ടെലികോം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഡിജിറ്റലൈസേഷന്റെ ഒരു ഫസ്റ്റ് എറ എന്ന് പറയുന്നത് 1990s ആയിരുന്നു. അപ്പോ പണ്ടൊക്കെ മാർക്കറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർബൻ അർബൻ കൗണ്ടർ പാർട്സിന്റെ പുവർ കസിൻ ആണ് റൂറൽ എന്നാണ്. ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ പതിയെ പതിയെ മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് 2000 വന്നിട്ടുള്ളത്, എറ ഓഫ് 2000. ആ ഒരു 2000 എറയിലാണ് ഡിജിറ്റൽ റെവല്യൂഷൻ മെയിൻ ക്യാരക്ടർ ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ടൈമിലാണ് സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റംസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് റൂറൽ മാർക്കറ്റ്സിനും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ തുടങ്ങി. അവിടുത്തെ കൺസ്യൂമേഴ്സും കൂടുതൽ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് കൂടുതലും അറിവ് കിട്ടാൻ തുടങ്ങി, ഓരോ പ്രൊഡക്റ്റിന്റെ ആയാലും എല്ലാ കാര്യത്തിന്റെയും. റൂറൽ കൺസ്യൂമേഴ്സ് കണക്ടിവിറ്റിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഗ്രാജുവലി ഫിനാൻഷ്യൽ ടെക്നോളജീസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഗൂഗിൾ പേ, ഇപ്പൊ പലതരത്തിലുള്ള ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല സ്കീംസും വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ജൻധൻ ആധാർ ആൻഡ് മൊബൈൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ ഗവൺമെന്റ് തന്നെ പല ഇനീഷ്യേറ്റീവ്സും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കീം കൊണ്ടുവന്നു. അങ്ങനെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എല്ലാ ആൾക്കാരുടെയും റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റോട് കൂടിയിട്ട് കൂടുതലും പേഴ്സ്പെക്റ്റീവ് അവിടെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. നമുക്കറിയാം ഒരു സ്റ്റേറ്റിന്റെ പൊളിറ്റിക്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാർ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഏതൊരു റീജിയനും എത്രത്തോളം പൊളിറ്റിക്കലി ഇൻചാർജ് ആയി കഴിഞ്ഞിട്ടും കാര്യമില്ല, കാരണം അവർക്ക് ബേസിക് ആയിട്ട് റിക്വയർമെന്റ്സ് കൊടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്കലി ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ അതിനായിട്ടുള്ള റിക്വയർമെന്റ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. റൂറൽ പൊളിറ്റിക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റെസ്പെക്റ്റീവ് വില്ലേജസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം സിനിമാസ് എന്നൊക്കെ പലതരത്തിലുള്ള സിനിമാസും എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സിനിമാസ് പലതും വരുന്നുണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലാർജ്ലി ജനങ്ങളിലോട്ട് എത്തുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മന്ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ട്. ഒരു ക്ലാസിക് ഫിലിമാണ്, 90s ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിമാണ്. ഈ ഒരു ഫിലിമിൽ മെയിൻ ആയിട്ട് സബ്ജക്ട് എന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ ആണ്. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. അപ്പോൾ ഒരു റൂറൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് മിൽക്ക് എന്ന് പറയുന്ന ഒരു ഹോളി ഡ്രിങ്ക് ആയിട്ടാണ് അവർ എപ്പോഴും കാണുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഫിലിമും പറയുന്നത്. ഒരു മന്ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിലിം ഒരു വൈറ്റ് റെവല്യൂഷൻ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫിലിമും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ റൂറൽ ഏരിയാസിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാണ്, പൊളിറ്റിക്സിനെ ഡിസ്റ്റിങ് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ബേസ്ഡ് ആയിട്ടാണ്. നമുക്കറിയാം അപ്പർ കാസ്റ്റ് ഉണ്ട്, ദളിത്സ് ഉണ്ട്, ലോവർ കാസ്റ്റ് ഉണ്ട്. അങ്ങനെ കാസ്റ്റിംഗ് സിസ്റ്റം ഭയങ്കരമായിട്ട് റൂറൽ ഏരിയാസിലോട്ട് ഉണ്ട്. പിന്നെ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് അനദർ ക്രിട്ടിക്കൽ കോമ്പോണന്റ് ആണ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹെട്രോജനസ് കൺട്രിയാണ്. ഓരോ 100 കിലോമീറ്റർ പോകുമ്പോഴും ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അത് മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായിട്ടുള്ള ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ലെവലും ഫോർമൽ ലെവലും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൂറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് ഒരു ക്രിട്ടിക്കൽ റോള് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയില് പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വില്ലേജിന്റെയും ചാർജ് എന്ന് പറയുന്നത് പഞ്ചായത്തിനാണുള്ളത്. അപ്പൊ ഈ ഒരു ഡൈവേഴ്സിറ്റി ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഈ ഒരു ടേമിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടേം അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയാണ്. ഇതൊരു ബിഗ്ഗസ്റ്റ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു 3 ടയർ സ്ട്രക്ചർ സിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്, വിച്ച് ഈസ് ഇൻ വില്ലേജ് ലെവൽ. പഞ്ചായത്ത് സമിതി വിച്ച് ഈസ് ഇൻ ബ്ലോക്ക് ലെവൽ, പിന്നെ ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവൽ. അങ്ങനെ 3 ടയർ സെറ്റപ്പിലാണ് ഇത് പോകുന്നത്. അതിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് ലെവലാണ്. അപ്പൊ ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും, എഡ്യൂക്കേഷണൽ, ഹെൽത്ത്, റൂറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ്, എല്ലാ കാര്യങ്ങളും റൂറൽ ഏരിയാസുമായിട്ട് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി പഞ്ചായത്തി രാജിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒരു 3 ടയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാം എല്ലാ സ്റ്റേറ്റ്സിനും വിത്ത് പോപ്പുലേഷൻ ഓവർ 2 മില്യൺ. പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും എലക്ഷൻ കണ്ടക്ട് ചെയ്യാം. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നമുക്കറിയാം പലതരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC ST എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് 33% കുറയാതെ റിസർവേഷൻ സീറ്റ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യാം ഓരോ പഞ്ചായത്തിന്റെയും ഫിനാൻഷ്യൽ പവേഴ്സ് റിഗാർഡ് ചെയ്തിട്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാ പഞ്ചായത്തിനും സെൽഫ് ഗവൺമെന്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പവർ കൊടുക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പഞ്ചായത്തിന് എല്ലാവിധ പവറും കൊടുക്കുക സെൽഫ് ഗവൺമെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ടാക്സ് കളക്ട് ചെയ്യാനും അതുപോലെ ഡ്യൂട്ടീസ്, ടോള് ആൻഡ് ഫീസ് ഒക്കെ അപ്രോപ്രിയേറ്റ് ടൈമിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി. പിന്നെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ എൻവയോൺമെന്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വരും. അതിനിപ്പോ വുമൻസിന്റെ ഇഷ്യൂസ് ആയിക്കോട്ടെ, ചൈൽഡ് കെയർ ആയിക്കോട്ടെ, എല്ലാ തരത്തിലും പലതരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ സോഷ്യലി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ റൂറൽ ഫോക്സിനെ മെയിൻ ആയിട്ട് ഈ ഒരു ഹയർ കാസ്റ്റ്, ദളിറ്റ്സ്, ലോവർ കാസ്റ്റ്, പിന്നെ റിലീജിയസ് മൈനോറിറ്റീസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തന്നെ ലാൻഡ് ഓണേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് കൾട്ടിവേറ്റേഴ്സും ഉണ്ട്. അപ്പൊ റൂറൽ ഏരിയാസ് മെയിൻ ആയിട്ട് അവിടെ ഈ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് അവിടെ അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. റൂറൽ എക്കണോമിക് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. പലതരത്തിലുള്ള ഫാക്ടേഴ്സും സോഷ്യൽ എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ലൈഫ്സ് ആൻഡ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു റൂറൽ ഏരിയയിൽ മെയിൻ ആയിട്ട് അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് അവർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലൂടെയാണ്. അപ്പൊ അഗ്രികൾച്ചറാണ് എപ്പോഴും അവിടെ ഡോമിനന്റ് ആയി നിൽക്കുന്നത്. പക്ഷേ ഈ ലാൻഡ് സൈസ് റെഡ്യൂസ് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ഡിവിഷൻ ഓഫ് ലാൻഡും വരുന്നത് കൊണ്ട് തന്നെ അഗ്രികൾച്ചറിന് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂ, അതുപോലെ സോയിൽ പ്രൊഡക്ടിവിറ്റി, പിന്നെ അഗ്രികൾച്ചറൽ എക്വിപ്മെന്റ്സിന് കോസ്റ്റ് കൂടി വരികയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് ആണ്. ഈ ഒരു അഗ്രികൾച്ചറിനെ ബിഗ്ഗസ്റ്റ് ചലഞ്ചാക്കി മാറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സിറ്റീസിലോട്ട് മൈഗ്രേഷൻ കൂടുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ മൈഗ്രേഷൻ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അർബൻ ഏരിയാസിൽ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂറൽ ഏരിയാസിൽ വരികയാണെങ്കിൽ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഫാമിംഗ് സെക്ടർ ആണുള്ളത്. പക്ഷെ ഒരു അർബൻ സിറ്റീസിലോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതലും ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എക്കണോമി ഓപ്പൺ അപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടി റൂറൽ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റീസിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ സ്റ്റഡി ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരു റൂറൽ ഏരിയയിലോട്ട് വരുമ്പോൾ ഒരു സ്റ്റഡി ഇൻകം എന്നുള്ളത് ഒരു മേജർ കൺസ്ട്രെയിന്റ് ആണ്. സ്റ്റഡി ഇൻകം കിട്ടാൻ, പിന്നെ സോഷ്യലി പലതരത്തിലുള്ള ടാബൂസ് നിലനിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ റൂറൽ ഏരിയാസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈഗ്രേഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പല ഇനീഷ്യേറ്റീവ്സും കൊണ്ടുവന്നിട്ടുണ്ട് റൂറൽ ഏരിയാസിലോട്ട്. അതിൽ മെയിൻ വൺ ആണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഏർലി ഡേയ്സിൽ ഇപ്പൊ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി പോപ്പുലേഷൻ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു മേജർ ചലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നോൺ ഫാമിംഗ് സെക്ടർ ആണ് ഇപ്പൊ കൂടുതലും വില്ലേജേഴ്സ് എക്സ്പെരിമെന്റ് ചെയ്തു തുടങ്ങുന്നത്. നോൺ ഫാമിംഗ് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചറൽ അല്ലാത്ത കുറെ വർക്കാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഹോം ബേസ്ഡ് വർക്ക്സ്, സർവീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹെൽത്ത് കെയർ സർവീസസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ വരുന്നത്. പിന്നെ പറയുന്നത് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ പലതരത്തിലുള്ള സ്കീംസും കൊണ്ടുവന്നിട്ടുണ്ട് വുമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട്. അതിലുള്ള ഒരു സ്കീമാണ് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഇനീഷ്യേറ്റീവ്. മെയിൻ ആയിട്ട് അവർക്ക്
അവർക്ക് ഗേൾസിന്, അതായത് വുമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്കീംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്കറിയാം, ഒരു സൊസൈറ്റി റൂറൽ ഏരിയാസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നത് കണ്ടാൽ അവരൊരു ബേർഡൻ ആയിട്ടാണ് കാണുന്നത്. സൊസൈറ്റിക്ക് ഒരു ബേർഡൻ ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഗേൾസിനെ കാണുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മെല്ലെ മെല്ലെ മീൻസ് ഈ ഒരു ടാബൂസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്, കൂടുതലും എംപവർമെന്റിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ് ആണ്. നമുക്കറിയാം, റൂറൽ ഏരിയാസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിറ്ററസി റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഓവറോൾ റൂറൽ ഇന്ത്യയിലുള്ള ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 64.7%, അതിൽ ഫീമെയിൽസ് 56ഉം മെയിൽസ് 72 ആണ്. അപ്പോ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് റൂറൽ ഏരിയാസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സും ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് അറ്റ് എലിമെന്ററി ലെവല്, പിന്നെ സ്വച്ഛ് വിദ്യാലയ ഇനീഷ്യേറ്റീവ്. ആ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ടോയ്ലറ്റ് ഫോർ ഓൾ ഗേൾസ്. പിന്നെ അതുപോലെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു റൂറൽ ഡെവലപ്മെന്റ് ആക്സിലറേറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഹോപ്പ് എന്ന് പറയുന്നത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. എത്രത്തോളം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് കൊടുക്കുക. മെയിൻ ആയിട്ട് എംപവർമെന്റ് ആണ് അവർക്ക് വേണ്ടത്, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടത്. അല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ് വേസോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പീപ്പിളിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല. മെയിൻ ആയിട്ടും ഗവൺമെന്റ് ആയാലും ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് അസറ്റ് ആണ്. നമുക്കറിയാം, ഒരു റൂറൽ ഏരിയാസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് അവർ അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്. അപ്പൊ ലാൻഡ് എപ്പോഴും അവരൊരു ഓസ്പീഷ്യസ്, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് അവർ കാണുന്നത് ഈ ലാൻഡിനെ. അപ്പോ സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മളിപ്പോ ഗോൾഡ് ഒക്കെ പണയത്തിന് വെക്കാന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം. പക്ഷെ നോർത്തിലോട്ട് വരുമ്പോൾ ഗോൾഡിനെ അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഗോൾഡിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പണയം വെക്കലോ കാര്യങ്ങളോ അത്ര പ്രിവാലന്റ് അല്ല നോർത്ത് സൈഡിലോട്ട് പോവാണെങ്കിൽ. നമ്മുടെ സൗത്ത് സൈഡിലൊക്കെ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമിലർലി അവർക്ക് ലാൻഡും എന്ത് ചെയ്യാണ്, ഒരു മദറിനെ പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, കൊണ്ട് നടക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലാൻഡും അവർക്ക് വിൽക്കേണ്ടി വരും. അപ്പൊ അതും ഒരു മിസ് പോയിന്റ് ആണ് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ നമുക്കറിയാം, ഒരു ഡിജിറ്റലൈസേഷൻ വന്നതോട് കൂടിയിട്ട് റൂറൽ മാർക്കറ്റ്സിൽ കൂടുതലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കാരണം കൊണ്ട് തന്നെ റൂറൽ അസറ്റിലും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എയർ കണ്ടീഷണേഴ്സ് കൂടുതലും ഓരോ റൂറൽ ഏരിയാസിലൊക്കെ കൂടുതലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്മാർട്ട് ഫോൺസ് ഓൾറെഡി വന്നിട്ടുണ്ട്, ഇപ്പൊ കൂടുതലും അതെന്ത് ചെയ്തിട്ടുണ്ട്, എമേർജ് ആയിട്ടുണ്ട്. പിന്നെ LPG കണക്ഷൻസ്, പണ്ട് തൊട്ടേ LPG കണക്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ കൂടി അത് അഫോർഡബിലിറ്റി ഒരു ഇഷ്യൂ ആണ്, അവർക്ക് അത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ പിന്നെ LPG കണക്ഷൻസ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ റൂറൽ ഇന്ത്യയിലുള്ള യൂത്ത് കൂടുതലും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് ആയിക്കോട്ടെ പലതും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഏർലി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1980s ഹരിയാന ഗവൺമെന്റ് എന്ത് ചെയ്തത്, ഗുർഗാവ് വില്ലേജ് അർബനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തത്. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ അർബനൈസ് ചെയ്യാൻ അവർക്ക് മെയിൻ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് അവിടുത്തെ ഫാർമേഴ്സിന്റെ ലാൻഡ് അക്വയർ ചെയ്യാന്നുള്ള, അല്ലാതെ വേറെ വഴി അവർക്കില്ല. അപ്പൊ ഈ ഒരു ഗുർഗാവ് ഡെവലപ്മെന്റിന്റെ ശേഷം രണ്ട് കൈൻഡ്സ് ഓഫ് ഫാമേഴ്സ് ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. പോസ്റ്റ് ഗുർഗാവ് ഡെവലപ്മെന്റിന്റെ ശേഷം രണ്ട് കൈൻഡ്സ് ഓഫ് ഫാമേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഫാർമർ എന്ന് പറയുന്നത് ഒരു വൈസ്ലി അവർ ഡിസിഷൻ എടുത്തിട്ട് ഒരു കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ആണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഫാർമർ എന്ന് പറയുന്നത് ഒരു മുൻവിധിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കയറിയിട്ട് ഒരു കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, പെട്ടെന്ന് റിച്ച് ആവും എന്നുള്ള മൈൻഡിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രണ്ട് കൈൻഡ്സ് ഓഫ് ഫാമേഴ്സ് ആണ് ഈ ഒരു പോസ്റ്റ് ഗുർഗാവ് ഡെവലപ്മെന്റിന്റെ ശേഷം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് കെയർ ആണ്. നമുക്കറിയാം, ഒരു റൂറൽ ഏരിയാസിലുള്ള ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു റൂറൽ ഏരിയാസിലോട്ട് ഒരു ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ കൂടി അവരാരും എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കാരണം അവരാരും അങ്ങോട്ട് പോകുന്നില്ല. ഒരു റൂറൽ പോപ്പുലേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലാണ്. അവിടെയാണ് ഫസ്റ്റ് ലൈൻ മെഡിസിൻസും ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അവർക്ക് എന്തെങ്കിലും അവൈലബിലിറ്റി ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ഉള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലോട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ പേഷ്യൻസിന് റൈറ്റ് കൈൻഡ് ഓഫ് സർവീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലോട്ട് പോകേണ്ടി വരും. ഇവിടെ ട്രാവലിംഗ് എന്ന് പറയുന്നത് മേജർ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് റൂറൽ പോപ്പുലേഷനിൽ ഒരു 2/3 ആൾക്കാർക്ക് ആക്സസ് ഇല്ല.
അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസേ ഉള്ളൂ. ഇനി നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റിസർച്ച് സ്റ്റഡി പ്രകാരം പറയുന്നത് 25% ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ കൂടി അത് 75 പോപ്പുലേഷന് മാത്രമേ സർവീസസ് കേറ്റർ ചെയ്യുന്നുള്ളൂ. മെയിൻ ആയിട്ട് രണ്ട് ചലഞ്ചസ് ആണുള്ളത്. ഒന്ന് സർവീസ് ആക്സസ് ചെയ്യാനും പിന്നെ അതുപോലെ കവറേജും. ഒരു റൂറൽ ഏരിയാസിലുള്ള ഒരു പീപ്പിളിന് ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 30 കിലോമീറ്ററോളം വേണം. അപ്പൊ ട്രാവൽ എന്ന് പറയുന്നത് ഒരു മേജർ കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സെന്റർ വളരെയധികം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവർ റൂറൽ ഹെൽത്ത് കെയർ സെക്ടറിലായിക്കോട്ടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിന് ബെനിഫിഷ്യൽ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് റിയൽ ടൈം ബെനിഫിഷ്യൽ ആയിട്ടൊന്നും അവർക്ക് വരുന്നില്ല. ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടർ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഫുൾ കോസ്റ്റ് റീകവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടർ കൂടുതലും എക്സ്പെൻസീവ് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേസ് ടു ഹെൽപ്പ് ദ റൂറൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് റൂറൽ ഹെൽത്ത് കെയർ സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആശാ വർക്കേഴ്സിന് കൂടുതലും എംപവർമെന്റ് കൊടുക്കുക. അവർക്കൊരു ഫുൾ ഫ്ലെഡ്ജഡ് കോഴ്സ് കൊടുക്കുക. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക അവർക്ക്. പിന്നെ എന്തൊക്കെ തരം റിസ്ക്സ് ആണ് ഈ ഒരു ഇനാഡിക്വേറ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതിനെ പറ്റിയിട്ട് ഒരു എംപവർമെന്റ് കൊടുക്കുക. പിന്നെ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു ബെറ്റർ ഹെൽത്ത് കെയർ സെന്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, എഫേർട്ട് എടുത്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഡോക്ടേഴ്സിനെയും അതർ സ്റ്റാഫ്സിനെയും എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. മെയിൻ ആയിട്ട് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലും കൂടുതൽ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും അപ്പോയിന്റ് ചെയ്യുക. പിന്നെ ഉള്ളത് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, ഈ ഒരു റൂറൽ ഏരിയയിലോട്ട് ചാനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരവിന്ദ് ഐ കെയർ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റലാണ്. അപ്പോ മെയിൻ ആയിട്ട് ഐ സർജറി ഫോർ കാറ്ററാക്ട്, അതായത് നമ്മൾ തിമിരം ബാധിച്ച ആൾക്കാർക്കൊക്കെ മെയിൻ ആയിട്ട് സർജറി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ അരവിന്ദ് ഐ കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ പല ബ്രാഞ്ചസും തമിഴ്നാട്ടിലുണ്ട്, കോയമ്പത്തൂര്, അങ്ങനെ പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഇതിന്റെ ഓണർ മെയിൻ ആയിട്ട് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂറൽ പേഷ്യൻസിന് അധികം ആക്സസോ കാര്യങ്ങളോ ഇല്ല ഈ ഒരു ഹെൽത്ത് കെയർ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം അർബൻ കൗണ്ടർ പാർട്സിൽ പല റിച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ ഓണർ ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മധുരയിൽ നിന്ന് വരുന്ന പ്രീമിയം ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അതായത് വളരെ റിച്ച് ആയിട്ടുള്ള പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് മാത്രം എന്ത് ചെയ്യാം, നല്ല ക്യാഷ് മേടിച്ചിട്ട് അത് പുവർ പേഷ്യൻസിനായിട്ട് സബ്സിഡൈസ് ചെയ്യാം. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു സക്സസ്ഫുൾ ചെയിൻ തന്നെ ഈ ഒരു സക്സസ്ഫുൾ ചെയിൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അരവിന്ദിനെ ഇപ്പൊ നമുക്കറിയാം പല ചെയിനിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് കൂടുതലും ഏറ്റെടുക്കൽ കുറവാണ്. മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് എൻറ്റിറ്റി ഉണ്ടാക്കുന്നത് തന്നെ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ഇത് ഏറ്റെടുത്തത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഇനി ടെക്നിക്കൽ എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഡിജിറ്റൽ റെവല്യൂഷൻ ആണ് നമുക്ക് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫിനോമിനൽ ആയിട്ട് റൂറൽ മാർക്കറ്റ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടെലികോം റെവല്യൂഷൻ എന്നാണ് ഈ ഒരു ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 2000 പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ലോഞ്ച് വന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ പല തരത്തിലുള്ള ആപ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, ഡിജിറ്റൽ ടെക്നോളജീസ് ആയിട്ടുള്ള ഫിൻടെക് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ടെക്നോളജീസ്. ഇപ്പൊ അതിൽ വരുന്നതാണ് ജിപേ, പേടിഎം, ഫോൺ പേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതായത് ഫോൺ ബാങ്കിങ്ങും, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. റൂറൽ സെഗ്മെന്റ് ആദ്യം ഇത് അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെപ്പോഴും മെയിൻ ആയിട്ട് രണ്ട് റീസൺ ആണ്, അവരുടെ മൈൻഡ് സെറ്റും പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രെയിൻസും. അവരെപ്പോഴും കുറച്ച് പ്രൊഡക്ട്സിനോട് മാത്രമേ എക്സ്പോഷർ ആയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ ആക്സസിബിലിറ്റി വന്നതോട് കൂടിയിട്ട്, അതുപോലെ അവർക്ക് അഫോർഡബിൾ പ്ലാൻസ് വന്നതോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. റൂറൽ ഏരിയയില് മെയിൻ ആയിട്ട് ഡിജിറ്റലൈസേഷൻ മെയിൻ ആയിട്ട് റൂറൽ ഏരിയാസിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മിഡിൽ ഓഫ് 2000 അപ്പോൾ ആ ഒരു ടൈമിൽ കൺസ്യൂമേഴ്സ് കൂടുതലും സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചേഞ്ച്, അതായത് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു റാഡിക്കൽ ഒരു പലതരത്തിലുള്ള ഡിഫറെന്റ് പ്രൊഡക്ട്സും അവർക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2016 ഒക്കെ ആയപ്പോഴാണ് ഡിമോണിറ്റൈസേഷൻ വന്നത്. നമുക്കറിയാം 500 മായത്തിന് നോട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ബ്ലാക്ക് മണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ആ ഡിമോണിറ്റൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു അഡോപ്ഷൻ അവര് കൂടുതലും ഡിജിറ്റലി എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അഡോപ്ഷൻ അവർക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷനും അവർക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെയിം ടൈമിലാണ് ഫിൻടെക് സ്പേസ്, അതായത് ഫിനാൻഷ്യൽ ടെക്നോളജീസ് കൂടുതലും ഗ്രോ ചെയ്ത് വന്നതും
അതുപോലെ പലതരത്തിലുള്ള എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്, ന്യൂ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമുക്കറിയാം സ്മാർട്ട് ഫോൺ പെനിട്രേഷൻ ആണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂറൽ സെഗ്മെന്റ് കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ്ലി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് കൈൻഡ് ഓഫ് അപ്രോച്ചസ് ആണ് റൂറൽ സെഗ്മെന്റിൽ ടെക്നോളജിക്കൽ ആയിട്ട് വരുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ടെക്നോളജി ഒരു എനേബിളർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എന്നിട്ട് കൺസ്യൂമേഴ്സിന്റെ ബൈങ് സെല്ലിംഗ് പ്രോസസ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ ഈ ഒരു ടെക്നോളജി അവർക്ക് ഒരു ഭാഗമാണ്. അപ്പൊ ഒരു നമുക്കറിയാം ഫാമേഴ്സിന്റെ കേസസിലായിക്കോട്ടെ ടെക്നോളജി പല രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ വെതർ പാറ്റേൺസ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ അപ്ഡേറ്റ്സ് ഓൺ വെതർ, പിന്നെ റിപ്പോർട്ട്സ് ഓൺ സോയില്, പിന്നെ അവരുടെ ക്രോപ്സിന്റെ മാർക്കറ്റ് പ്രൈസസ് അവർക്ക് അറിയാൻ പറ്റും, പിന്നെ അവരുടെ അഗ്രികൾച്ചറൽ എക്വിപ്മെന്റ്സിന്റെ റെന്റൽ പ്രൈസസ് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും ഫാർമേഴ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിജിറ്റലൈസേഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രെയിൻസ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് റൂറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ. പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു അഡോപ്ഷൻ, അത് അഡോപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ അതുപോലെ ഫിൻടെക് കൂടുതലും കൂടി പെനട്രേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ടെക്നോളജി കൂടുതലും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ സെക്യൂരിറ്റി ആയിക്കോട്ടെ സേഫ്റ്റിയും ഒരു ഇഷ്യൂ ആയിട്ടാണ് മാറുന്നത്. പിന്നെ റൂറൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ റൂറൽ പീപ്പിൾസിന് കൂടുതലും ഡിസ്റപ്ഷൻസ് ഇഷ്ടമല്ല. അവർ കൂടുതലും വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ടെക്നോളജീസ് എപ്പോഴും വാല്യൂസ് ആഡ് ചെയ്യണം, അല്ലാതെ ഡിസ്റപ്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു മെന്റലി അവർക്ക് അതൊരു ചലഞ്ച് ആയിട്ട് മാറും. പിന്നെ ടെക്നോളജി വിൽ വർക്ക് ഫ്രം റൂറൽ മാർക്കറ്റിൽ 3 പെർസ്പെക്റ്റീവിലാണ് ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഒന്ന് ആസ് എ മീൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, റൂറൽ മാർക്കറ്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ. പിന്നെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ്, അതായത് റൂറൽ മാർക്കറ്റ്സിലുള്ള ഡെയിലി ആക്ടിവിറ്റീസിന്റെ ബേസിസിലാണ് ഒരു ടെക്നോളജി പിന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ മീൻസ് ഓഫ് ട്രാൻസാക്ഷൻ, റൂറൽ മാർക്കറ്റ്സിലുള്ള ട്രാൻസാക്ഷൻ, അത് കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ നോൺ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഒരു പിക്ചോറിൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ടെക്നോളജി വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് പൊളിറ്റിക്കൽ എൻവയൺമെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സോഷ്യൽ എൻവയൺമെന്റും ടെക്നോളജിക്കൽ എൻവയൺമെന്റും.